നമ്മളെ സാധാരണക്കാരൻ ഒരാളെ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന AC ഇടുമ്പോൾ ഓണാകുന്നുണ്ട്, പക്ഷെ കൂളിംഗ് വരുന്നില്ല. നമുക്ക് സാധാരണക്കാരന് ഇതെങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും? വണ്ടിയുടെ ബോണറ്റ് ആദ്യം തുറക്കുക. തുറന്നിട്ട് AC-ക്ക് 2 പൈപ്പ്, വണ്ണം കുറഞ്ഞ പൈപ്പ് ഉണ്ട്, വണ്ണം കൂടിയ പൈപ്പ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം AC ഇടുക. AC ഇട്ട് കഴിയുമ്പോൾ ടിക്കെന്നൊരു സൗണ്ട് വരും. അന്നേരം കംപ്രസർ പിടിച്ചെന്നുള്ളതാണ്. പിന്നെ ഒരു ഫാൻ ഉണ്ട് അതിന്റെ ഫ്രണ്ടിൽ. ആ ഫാനെ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് നോക്കാം, കാറ്റ് വരും. ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ AC-യുടെ പൈപ്പുകൾ പിടിച്ച് നോക്കുക. ആ പൈപ്പെ പിടിക്കും, ഒരു വണ്ണമുള്ള പൈപ്പെ പിടിക്കും, നല്ല തണുപ്പ് വരും. ആ തണുപ്പില്ലെങ്കിൽ AC-യുടെ ഗ്യാസ് ഒന്നേ കുറവാ, അല്ലെങ്കിൽ ലീക്ക് ആയിരിക്കും. അങ്ങനെ നമുക്ക് കംപ്ലൈന്റ് അറിയാൻ പറ്റും. അപ്പൊ ഒരു ടെക്നീഷ്യനെ കൊണ്ടേ കാണിക്കുക. ഇത് വണ്ണമുള്ള പൈപ്പ്, ഈ വണ്ണമുള്ള പൈപ്പും വണ്ണം കുറഞ്ഞ പൈപ്പും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പ്, ഈ വണ്ണം കുറഞ്ഞ പൈപ്പ് ഭയങ്കര ചൂടായിരിക്കും. അത് ചൂടാകണം. പിന്നെ ഈ പൈപ്പ് നല്ല തണുപ്പും വരണം. ഇവിടെ നല്ല കൈകൊണ്ട് തൊടുമ്പോൾ നല്ല തണുപ്പ് വരുവാണെങ്കിൽ AC അകത്ത് പക്ക കൂളിംഗ് ആണ്, വർക്കിംഗ് ആണ്. അപ്പൊ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫാന്, AC-യുടെ സമയത്ത് ഈ ഫാൻ നിർബന്ധമായിട്ട് കറങ്ങണം. ഇല്ലെങ്കിൽ കൈ പ്രഷർ കൂടി കഴിഞ്ഞാൽ കംപ്രസർ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടോ ആയി പോയി കഴിഞ്ഞാൽ AC കിട്ടത്തില്ല. വാഹനങ്ങളുടെ AC സംബന്ധമുള്ള എല്ലാ വർക്കുകളും ഇവിടെ വന്നാൽ ചെയ്തു തരും. AC വർക്ക്ഷോപ്പ് ഈരാറ്റുപേട്ട.